നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിലെ കോൺഗ്രസിൽ വലിയ അഴിച്ചുപണി നടക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. നിലവിലെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പേരാവൂരിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ആ സാഹചര്യത്തിൽ ഒരു പൂർണ്ണസമയ KPCC പ്രസിഡന്റിനെ കേരളത്തിന് ആവശ്യമുണ്ട്. കേരളത്തിലെ കോൺഗ്രസിനെ മുന്നിൽ നിന്ന് നയിക്കാൻ ഒരു KPCC പ്രസിഡന്റ് കൂടിയേ തീരുവുള്ളൂ. മുൻ KPCC പ്രസിഡന്റ് കെ സുധാകരനാകട്ടെ അനാരോഗ്യം നിമിത്തം പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഓടി നടന്ന് പാറശാല മുതൽ അങ്ങ് മഞ്ചേശ്വരം വരെ തെക്കു വടക്ക് ഓടി നടന്ന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ഒരു പുതിയ KPCC പ്രസിഡന്റിനെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഹൈക്കമാൻഡ് ആലോചിക്കുന്നത്. ആ ആലോചനയിൽ സാങ്കത്യമുണ്ട്, അതിൻ്റെ ആവശ്യകതയുമുണ്ട്. കാരണം ഇപ്പോൾ UDF തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മികച്ച പ്രകടനം കാഴ്ചവെച്ച് വരുന്ന നിയമസഭയിലേക്കുള്ള ഒരു മാർഗം തുറന്നു കിട്ടിയ അവസ്ഥയിലാണ്. ഒരു പക്ഷേ ഭൂരിപക്ഷം അല്പം കുറഞ്ഞു പോയാലും ഒരു 80-85 സീറ്റ് വരെ UDFന് കിട്ടിയേക്കാം. അതിൽ മുസ്ലിം ലീഗും നിലവിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും ശക്തമായ ഒരു പ്രകടനം, മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കും എന്ന് തീർച്ചയാണ്. ഈ രണ്ടുപേരും കൂടി തന്നെ ഏതാണ്ട് ഒരു 30ഓളം സീറ്റുകൾ നേടും. ബാക്കി ഒരു 50 സീറ്റുകളെങ്കിലും കോൺഗ്രസ് പിടിച്ചെടുക്കണം. ചില RSP പോലെ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ജേക്കബ് പോലെയുള്ള ചില വിഭാഗങ്ങളുണ്ട്. അവരൊക്കെ 1-2 സീറ്റുകൾ വീതം ജയിക്കും. എന്നാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു 40-45 സീറ്റിന് മുകളിലേക്ക് പോയില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നില പരിതാപകരമാണ്. മലബാറിൽ കോൺഗ്രസിന് അറിയാം, ലീഗിൻ്റെ സഹായമുള്ളതുകൊണ്ട് പ്രധാനപ്പെട്ട സീറ്റുകളിലെല്ലാം ജയിച്ചു വരാം. ഇക്കുറി തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പ്രകടനം കൂടി വിലയിരുത്തുമ്പോൾ മലബാറിൽ കോൺഗ്രസ്സിന് കാര്യങ്ങൾ എളുപ്പമാണ്, വലിയ പ്രതിസന്ധി ഇല്ല എന്നുള്ളതാണ് കോൺഗ്രസ്സിൽ തന്നെയുള്ള വിലയിരുത്തൽ. ഇതൊക്കെ രാഷ്ട്രീയ നിരീക്ഷകരും ഇതിനോടൊക്കെ യോജിക്കുന്നുണ്ട്. അതുപോലെ മധ്യ കേരളത്തിലെത്തുമ്പോൾ തൃശ്ശൂർ തൊട്ട് താഴോട്ട് എറണാകുളം, ഇടുക്കി, കോട്ടയം ഒക്കെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങളില്ലാതെ കരകയറിപ്പോവാം. കാരണം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കൂടെയുണ്ട്, അതുപോലെ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം കൂടെയുണ്ട്. മാത്രമല്ല ക്രിസ്ത്യൻ സഭകളും UDFനൊപ്പമാണ് ഏറെക്കുറെ. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഓർത്തഡോക്സ് ഒഴിച്ച് ബാക്കി എല്ലാ സഭകളും കോൺഗ്രസിനൊപ്പമാണ്. ഓർത്തഡോക്സുകാർക്ക് അത്ര പെട്ടെന്ന് കോൺഗ്രസിനൊപ്പം ചേരാൻ കഴിയില്ല. കാരണം അവരുടെ ഒരു മന്ത്രി LDF സർക്കാരിൽ ഇപ്പോഴും തുടരുന്നു. മാത്രമല്ല ഒന്നിലധികം മന്ത്രിമാർ തുടരുന്നുണ്ട്. മാത്രമല്ല പൊതുവെ അവർ LDFനൊപ്പം നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നവർ കൂടിയാണ്. സഭാ നേതൃത്വവും അതിനൊപ്പമാണ്. ഈ ഒരു സാഹചര്യത്തിൽ സീറോ മലബാർ സഭ, അതുപോലെ മാർത്തോമ തുടങ്ങിയ സഭകൾ തീർച്ചയായിട്ടും കോൺഗ്രസിനും കേരള കോൺഗ്രസിനും ഒപ്പമാണെന്ന് തന്നെ പറയാം. ഇനി കോൺഗ്രസ് വെല്ലുവിളി നേരിടുന്നത് തെക്കൻ ജില്ലകളിലാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലയിൽ അവർക്കാകെ ഒരു സീറ്റാണ് കഴിഞ്ഞ തവണ ജയിക്കാൻ കഴിഞ്ഞത്, കോവളം. ബാക്കി 13 സീറ്റിലും LDF വിജയിക്കുകയായിരുന്നു. സമാനമാണ് കൊല്ലത്തെയും അവസ്ഥ. പത്തനംതിട്ടയിലും ആലപ്പുഴയിലും സ്ഥിതി വ്യത്യസ്തമല്ല. വലിയ രീതിയിൽ ഈ 4 ജില്ലകളിലും കോൺഗ്രസ് വെല്ലുവിളി നേരിടുന്നുണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് നന്നായിട്ടറിയാം. ഈ സാഹചര്യത്തിലാണ് KPCC പ്രസിഡൻ്റായിട്ട് തെക്കൻ കേരളത്തിൽ നിന്നൊരാളെ കൊണ്ടുവരാൻ ഹൈക്കമാൻഡ് ആലോചിക്കുന്നത്. അത് മറ്റാരുമല്ല, നമ്മുടെ ആൻ്റോ ആൻ്റണി MP ആണ്. പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയുമായുള്ള അദ്ദേഹത്തിൻ്റെ അടുപ്പം കാര്യങ്ങൾ എളുപ്പമാക്കുന്നു. മാത്രമല്ല ഈ ക്രിസ്ത്യൻ സഭകളെ, ഓർത്തഡോക്സ് ഒഴികെയുള്ള സഭകളെ, അതുപോലെ പെന്തക്കോസ്ത് വിഭാഗങ്ങളെ, അങ്ങനെയുള്ള ചെറിയ ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പുകളെ എല്ലാം ഒരുമിപ്പിച്ചു നിർത്താൻ ആൻ്റോ ആൻ്റണിക്ക് കഴിയും എന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന് കിട്ടിയ റിപ്പോർട്ട്.
തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ CSI പോലെയുള്ള സഭകളുണ്ട്, ലത്തീൻ കത്തോലിക്കരുണ്ട്. ഇവരുമായിട്ടും ആൻറ്റോ ആൻ്റണി നല്ല ബന്ധം പുലർത്തുന്നു എന്നാണ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ മാറിപ്പോകുന്ന, പേരാവൂരിലേക്ക് മത്സരിക്കാൻ പോകുന്ന നിലവിലെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന് പകരം ആൻറ്റോ ആൻ്റണി എന്ന ഒരു നിലയിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഏതാണ്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. താമസം വിന അദ്ദേഹത്തെ KPCC പ്രസിഡൻ്റായിട്ട് വാഴിക്കും. ഒരു പക്ഷേ ഈ മാസം അവസാനം തന്നെ അതിൻ്റെ തീരുമാനമുണ്ടായേക്കും എന്നാണ് അറിയുന്നത്. കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുമ്പും അവർക്ക് ന്യൂനപക്ഷങ്ങളുടെ വോട്ടാണ് UDFനെ, കോൺഗ്രസിനെ നിലനിർത്തിയിരുന്നത്. അതിൻ്റെ കൂടെ നായർ വിഭാഗത്തിൻ്റെ വോട്ട് കൂടി ചേരുമ്പോൾ അവർ തെക്കൻ കേരളത്തിലും വലിയ പരിക്കില്ലാതെ വിജയിച്ചു വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ സ്ഥിതിഗതികൾ മാറി. ഇപ്പോൾ തെക്കൻ കേരളത്തിലെ ഈ നായർ വിഭാഗത്തിൻ്റെ വോട്ട്, പ്രത്യേകിച്ചും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം തുടങ്ങി എറണാകുളം, തൃശ്ശൂർ, ഏതാണ്ട് പാലക്കാട് വരെയുള്ള ഈ നായർ വിഭാഗത്തിൻ്റെ വോട്ട് വലിയ രീതിയിൽ BJP പിടിച്ചെടുക്കുന്നുണ്ട്. ഇവിടങ്ങളിൽ BJP വലിയ കുതിപ്പ് നടത്തുകയാണ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. സമീപകാലത്ത് നടന്ന സർവേകളെല്ലാം അത് ശരിവെക്കുന്നുണ്ട്. അങ്ങനെ BJPയുടെ പക്കലേക്ക് പോയ, BJPയുടെ അക്കൗണ്ടിലേക്ക് പോയ നായർ വോട്ടുകൾ തിരികെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. സമാനമാണ് LDFും നേരിടുന്ന പ്രശ്നം. CPMന് എല്ലാ കാലത്തും വലിയ പിന്തുണ ഏകിയത് ഈഴവ സമൂഹമാണ്. ഈ തെക്കൻ ജില്ലകളിൽ നിന്ന് ഈഴവ വോട്ട് നല്ല രീതിയിൽ BJPയിലേക്ക് പോകുന്നുണ്ട്, പ്രത്യേകിച്ചും ആലപ്പുഴ, കൊല്ലം ജില്ലകളിലെ ചില പ്രത്യേക മണ്ഡലങ്ങളിൽ. അത്തരത്തിൽ BJP വളർന്നു വരുന്നത് UDFനും LDFനും ഒരു വെല്ലുവിളിയാണെങ്കിലും ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്നത് UDF ആണ്. കാരണം LDFന് എപ്പോഴും അവരുടെ ഒരു കേഡർ വോട്ട് ഉണ്ടാവും. ആ വോട്ട് ബേസിൽ നിന്നുകൊണ്ടാണ് അവർ കളിക്കുന്നത്. പക്ഷേ UDFന് അങ്ങനെ ഒരു വോട്ട് ബേസ് ഇല്ല. അവരുടെ വോട്ട് ബേസ് എന്ന് പറയുന്നത് ഈ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണയായിരുന്നു. അതിനാണ് കഴിഞ്ഞ കാലങ്ങളിൽ വലിയ ഇടിവുണ്ടായത്. അത് ഇക്കഴിഞ്ഞ ലോക്സഭാ തദ്ദേശ തിരഞ്ഞെടുപ്പുകളോടുകൂടി ഏതാണ്ട് മുസ്ലിം ന്യൂനപക്ഷ വോട്ട് തിരിച്ചു പിടിക്കാൻ കോൺഗ്രസിനും UDFനും സാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ വലിയ ആത്മവിശ്വാസത്തിലാണ്. മലബാർ മേഖലയിൽ ഇക്കുറി UDFന് മികച്ച പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയും എന്ന് തന്നെയാണ് അവരുടെ പ്രതീക്ഷ. മധ്യ കേരളത്തിലെ ക്രിസ്ത്യൻ സഭകളുടെ പിന്തുണ കൂടിയാവുമ്പോൾ UDFന് ആശ്വസിക്കാം. സുരക്ഷിതമായ ഒരു നിലയിലേക്ക് അവർക്ക് എത്താൻ കഴിയും എന്ന് തന്നെയാണ് അവരുടെ കണക്കുകൂട്ടൽ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തെക്കൻ കേരളത്തിൽ സ്ഥിതി അത്ര ആശാവഹമല്ല. അതുകൊണ്ടാണ് നഷ്ടപ്പെട്ട നായർ വോട്ടുകൾ, ഈഴവ വോട്ടുകൾ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞതുപോലെ ക്രിസ്ത്യൻ സഭകളുടെ, തെക്കൻ ജില്ലകളിൽ സ്വാധീനമുള്ള ക്രിസ്ത്യൻ സഭകളുടെ പരിപൂർണമായ പിന്തുണ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. തെക്കൻ ജില്ലകളിലേക്ക് വരുമ്പോൾ മുസ്ലിം വോട്ടുകളുടെ എണ്ണം കുറവാണ്. ഈ പറയുന്നത് പോലെ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ കഴിയുന്ന അത്ര വലിയൊരു വോട്ട് ബാങ്ക് അല്ല മുസ്ലിം വോട്ട് എന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് കൂടിയാണ് ഈ ക്രിസ്ത്യൻ സഭകളെ ഒപ്പം നിർത്തി തെക്കൻ ജില്ലകളിൽ സ്വാധീനമുള്ള ലത്തീൻ കത്തോലിക്കർ, CSI, അതുപോലെ ഈ പെന്തക്കോസ്ത് വിഭാഗങ്ങൾ, സുവിശേഷ ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പുകൾ, സുവിശേഷ വിഭാഗങ്ങൾ, ഇവരെയൊക്കെ ഒപ്പം നിർത്താൻ വേണ്ടി കോൺഗ്രസ് പരിശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ആൻറ്റോ ആൻ്റണിയെ മുന്നോട്ട് കൊണ്ടുവരാൻ, KPCC പ്രസിഡൻ്റാക്കാനുള്ള ശ്രമം ഹൈക്കമാൻഡ് ആരംഭിച്ചത്. എന്തായാലും കോൺഗ്രസ് KPCCയിൽ ഒരു വലിയ അഴിച്ചുപണി വരികയാണ്. ആൻറ്റോ ആൻ്റണി KPCC പ്രസിഡൻ്റായിട്ട് വരുന്നതോടുകൂടി കോൺഗ്രസ്സിന് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നാണ് പൊതുവെ ഉള്ള വിലയിരുത്തൽ. ഈ ഒരു സാഹചര്യം ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് LDFനെ ആയിരിക്കും. കാരണം LDFന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കിട്ടിയ ക്രിസ്ത്യൻ മുസ്ലിം വോട്ട് ഇക്കുറി കിട്ടില്ല എന്ന് തന്നെയാണ് സമീപകാല സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.